ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് ഒരു ടോപ്പിൻ്റെ നെക്ക് സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഈ ടോപ്പിൻ്റെ നെക്കിൽ ഫുൾ വർക്ക് വന്നേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നെക്ക് വൈഡ് ഇച്ചിരി കൂടുതലുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ നമ്മുടെ നെക്ക് വൈഡിൻ്റെ കറക്റ്റ് ഇട്ട് സ്റ്റിഫ് ഒക്കെ വെച്ചിട്ട് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏത് അളവിലാണ് നമുക്ക് നെക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ അളവ് നമുക്ക് ഈ വർക്കിൻ്റെ ഉള്ളിൽ വരച്ചെടുക്കണം. ഇത് 6 ഇഞ്ച് വൈഡും 6.5 ഇഞ്ച് ലെങ്ത്തും വന്നതാണ് കേട്ടോ. അപ്പോൾ മേൽഭാഗത്ത് വർക്കില്ലാത്ത ഭാഗത്ത് 1/2 ഇഞ്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഈ കറക്റ്റ് അളവ് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ലൈനിങ്ങിൽ ഒരു സ്റ്റിഫ് കട്ട് ചെയ്തെടുത്തേക്കാണ് ഞാൻ. ഇത് റൗണ്ട് നെക്കാണ്. അപ്പോൾ ആ റൗണ്ട് നെക്കിൻ്റെ ഷേപ്പിൽ കുറച്ചുകൂടെ നല്ല വീതിയിൽ ഒരു സ്റ്റിഫ് കട്ട് ചെയ്തിട്ട് അത് ലൈനിങ് വെച്ച് അടിച്ചേക്കാണ് കേട്ടോ, അടിച്ചെടുക്കാണ്. ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ആ വർക്ക് തന്നെ നെക്ക് ഭാഗം ഇതിൻ്റെ മുകളിൽ വെച്ച് അടിക്കുക. അപ്പോൾ സ്റ്റിഫ് ഏറ്റവും അടിയിൽ വന്ന് ലൈനിങ്ങും നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ച് അടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വൈഡാണോ വേണ്ട ആ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ചോക്ക് കൊണ്ട്, ആ ഭാഗം ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിക്കൂടെ അടിക്കുന്നു കേട്ടോ. നമ്മൾ ആ നെക്കിൻ്റെ വർക്കോട് കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈഡ് അധികമായിരിക്കും. എന്നിട്ട് നമുക്ക് അടിച്ച് കഴിയുമ്പോൾ അത് എല്ലാ ഭാഗത്തും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിട്ട് അടിക്കാം. ഒരു ഭാഗം കൂടുതലുള്ളൂ കേട്ടോ ഇതിൻ്റെ. പക്ഷെ അവർക്ക് ആ കറക്റ്റ് 6 ലെങ്ത്ത് വൈഡ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 സ്റ്റിച്ച് അടിച്ചു കൊടുക്കുക. വർക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് 2 അടിച്ചാലും അറിയാൻ പാടില്ലാത്ത രീതിയിലുള്ളത് കൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് കൊടുത്തിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഷോൾഡറും കൂട്ടി നമുക്ക് ബാക്കൊക്കെ കൂട്ടി ചുരിദാർ ഫിനിഷ് ചെയ്യാം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വെറുതെ ഈ നെക്കിൻ്റെ വർക്ക് എങ്ങനെ അടിക്കുന്നുള്ളത് കാണിച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക.